ഹായ് ഗെയ്സ്, രാഹുൽ ഗാന്ധി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകും 100% സത്യം എന്നൊരു ചാനലിൽ ഞാനൊരു തംബ്നെയിൽ കണ്ടതാണ്. സത്യം പറഞ്ഞാൽ അത് കണ്ടതിന് ശേഷം എനിക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല. കാരണം എങ്കിൽ പിന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു മലയാളി അല്ലാത്ത ഒരാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവുന്നത്. പിന്നെ യു.ഡി.എഫിൻ്റെ ആരായതുകൊണ്ട് അങ്ങനെ നടക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഇവർ മൂന്നും ഒരു അടിയാണ് ആര് മുഖ്യമന്ത്രിയാകുമെന്ന്. വാർത്തയിൽ കാണിക്കുന്നത് കെ.സി. വേണുഗോപാലിന് 40 എം.എൽ.എയുടെ സപ്പോർട്ടുണ്ട്. അതുപോലെ രമേശ് ചെന്നിത്തലയ്ക്ക് 20 പിന്നെ വി.ഡി. സതീശന് 6 എന്നൊക്കെയാണ്. ഇതിപ്പം കളി ജയിച്ച് കഴിഞ്ഞതിന് ശേഷം കളി ക്യാപ്റ്റനെ പിടിച്ച് പുറത്താക്കിയത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഈ വി.ഡി. സതീശനാണ് സത്യം പറഞ്ഞാൽ ആ ഒരു യു.ഡി.എഫിനെ ഇത്രയും പൊക്കിക്കൊണ്ട് പോയത്. കാരണം കഴിഞ്ഞ 2 തവണ എൽ.ഡി.എഫ് ജയിച്ചപ്പോൾ ചത്ത് കിടന്ന ഒരു യു.ഡി.എഫ് എന്ന് പറഞ്ഞ ഒരു പാർട്ടിയെ പുള്ളിക്കാരൻ ശക്തമായ പ്രതിപക്ഷത്തിൽ നിന്ന് സംസാരിച്ച് എല്ലാം റെഡിയാക്കി ഇവർ ആ ഒരു യൂത്തിന് കൊടുത്ത കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് മോഡിഫിക്കേഷൻ അവർ സമ്മതിക്കും ചെറിയ അളവിൽ. അതുമാത്രമല്ല ഇവർ യൂത്തുകൾക്ക് ചെറുകിട ബിസിനസ് തുടങ്ങാൻ വേണ്ടി ഇവർ ലോൺ കൊടുക്കും. അത് പലിശയില്ലാതെ നിങ്ങൾക്ക് മുതലടച്ച് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ ഇവർ പറഞ്ഞു. അതൊക്കെ ഇനി നടക്കുമെന്ന് അറിയത്തില്ല. പക്ഷെ അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവരെ വിശ്വസിച്ച് വോട്ട് ചെയ്ത കുറേ യൂത്തുകളുണ്ട്. ഇപ്പം ഞാനടക്കം ഞാൻ ഒരു പാർട്ടിയിൽ ഇല്ലാത്തതുകൊണ്ട് എനിക്കിപ്പം ഇവർ പറഞ്ഞ ആ ഒരു കാര്യങ്ങൾ കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നിയതുകൊണ്ടാണ് ഇവർ വോട്ട് ചെയ്തത്. അപ്പോൾ ആ പറഞ്ഞ ആളെന്ന് പറയുന്നത് വി.ഡി. സതീശനാണ്. അപ്പോൾ അയാൾ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ തീർച്ചയായും അതൊക്കെ നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അയാൾ മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ എന്താണെന്നൊരു ഐഡിയ ഇല്ല എനിക്ക്. പിന്നെ ഇവർ പറയും എപ്പോൾ ഇവർ ചോദിച്ചാൽ ഇവർ പറയുന്നത് ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നതാണ്. ഈ ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന രാഹുൽ ഗാന്ധി പിടിച്ച് മുഖ്യമന്ത്രിയാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എന്ത് ചെയ്യും? രാഹുൽ ഗാന്ധിയെ മുഖ്യമന്ത്രി ആക്കുമോ? അത് നമുക്ക് അങ്ങനെ ആവാൻ ചാൻസ് ഉണ്ടാ? നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയൂ അങ്ങനെ ആവാൻ ചാൻസ് ഉണ്ടാ ഇല്ലേ എന്ന്. അങ്ങനെ ആവുകയാണെങ്കിൽ അത് വലിയൊരു സംഭവമായിരിക്കും. ഒരു മലയാളി അല്ലാത്ത ഒരാൾ കേരളത്തിന് മുഖ്യമന്ത്രി ആവുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇവരെ വിശ്വസിച്ച് വോട്ട് ചെയ്ത കുറേ ആൾക്കാരുണ്ട്. അവരെ ഇവരിങ്ങനെ ചതിക്കുക. അതായത് വി.ഡി. സതീശൻ മന്ത്രിയാകുമെന്ന് വിശ്വസിച്ച് കുറേ പേര് വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഏറ്റവും വലിയൊരു അടിയായിരിക്കും ഇയാൾ മന്ത്രിയാവാതിരിക്കുന്നത്. പിന്നെ അറിയാൻ കഴിഞ്ഞത് ഇയാൾ ഒരു പോസ്റ്റും എടുക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. അതായത് മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ ഇയാൾക്ക് ഒരു മിനിസ്റ്റർ പോസ്റ്റും വേണ്ടെന്നാണ് ഇയാൾ പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ എന്താണ് ഒരു സംഭവം എന്ന് അറിയത്തില്ല. പിന്നെ ഒരു ന്യൂസിൽ കണ്ടതാണ് 2.5 വർഷം കെ.സി. വേണുഗോപാലും 2.5 വർഷം വി.ഡി. സതീശനും മുഖ്യമന്ത്രി ആകുമെന്ന്. ഇതൊക്കെ എന്തൊക്കെയാണെന്ന് നടക്കുന്നത്? ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ അടുത്ത വർഷം അടുത്ത 5 വർഷം കഴിഞ്ഞിട്ട് ഇവർ ഇനി മത്സരിക്കുമ്പോൾ ഇവർ നിലം തൊടാതെ പൊട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇവർ ഇല്ല ഒരു പാർട്ടിയാണെന്ന് ഇവർ മറന്നു പോകുന്നു തോന്നുന്നു. ഇവർ ചിലപ്പോൾ എനിക്കൊന്ന് ഇവർ മൂന്ന് പാർട്ടിയായിട്ട് ചിന്തിക്കുകയാണോ? എല്ലാവരും ഒരു പാർട്ടിയല്ലേ? അപ്പോൾ ഇവർക്ക് മുഖ്യമന്ത്രി ആവാൻ വേണ്ടി ഇവർ മുമ്പേ എല്ലാം പ്ലാൻ ചെയ്തിട്ടല്ലേ പോകുന്നത്. അതായത് വി.ഡി. സതീശനെ പിടിച്ച് പ്രതിപക്ഷ നേതാവ് ആക്കിയപ്പോൾ ഇവർക്ക് അറിയത്തില്ലേ ജയിച്ചു കഴിഞ്ഞാൽ ഇയാളായിരിക്കും മുഖ്യമന്ത്രി എന്ന്. ഇനി ജയിച്ചു കഴിഞ്ഞപ്പോൾ വേണ്ടി ഇവർ പ്ലേറ്റ് മാറ്റുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ വി.ഡി. സതീശനാണ് മുഖ്യമന്ത്രി ആവാൻ ഏറ്റവും അർഹൻ ആ ഒരു ടീമിൽ. അല്ലാതെ കെ.സി. വേണുഗോപാൽ ഇവിടെ മത്സരിച്ച് ജയിച്ചിട്ട് പോലും ഇല്ല എം.എൽ.എ ആയിട്ട്. ഒരു എം.പി ആണ്. അത് എം.എൽ.എ ആയിട്ട് ജയിച്ച് കാണിച്ചാൽ ഓക്കെ. ഇത് എം.പി ആയിട്ട് ഏതോ സമയത്ത് ജയിച്ച് കാണിച്ചിട്ട് ഇപ്പോൾ കയറി മുഖ്യമന്ത്രി ആക്കുമെന്ന് പറഞ്ഞാൽ അറിയത്തില്ല. രമേശ് ചെന്നിത്തല ഒരു സീനിയർ ലീഡറാണ്. പക്ഷെ ഒരു മുഖ്യമന്ത്രി ആവാനുള്ള ഒരു വി.ഡി. സതീശനെ വെച്ച് നോക്കുമ്പോൾ അത്രയ്ക്ക് ഒരു വലിയൊരു പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നിങ്ങൾ കമൻറ്റിൽ പറയും ഇവർ മൂന്നിൽ ആരാണ് മുഖ്യമന്ത്രി ആവാൻ ഏറ്റവും അർഹതയെന്ന്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ വി.ഡി. സതീശനാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് കാണാം. ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 3-4 ദിവസത്തിനകത്ത് അറിയാൻ കഴിയുമെന്ന് തോന്നുന്നു. തമിഴ്നാട്ടിലും ഇപ്പോൾ ഇതുപോലെയൊക്കെയാണ് പ്രതിസന്ധി. വിജയ് മുഖ്യമന്ത്രി ആവൂല്ല എന്ന് പറഞ്ഞിട്ട് അവിടെയും ഇതുപോലെയൊക്കെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. സപ്പോർട്ടില്ല എന്നൊക്കെ പറഞ്ഞ്. എന്തായാലും ആര് ഭരിച്ചാലും നമ്മൾ ജോലി ചെയ്തുകൊണ്ട് നമ്മൾ ജീവിക്കാൻ. അല്ലാതെ ഇവരൊന്നും നമുക്കൊന്നും കൊണ്ട് തരാൻ പോകുന്നില്ല. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഇവർ നല്ലോണം നോക്കിക്കൊണ്ട് പോയാൽ മതി. അതായത് സ്കൂളുകളും ഗതാഗതമൊക്കെ ഈ എൽ.ഡി.എഫ് സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് അത്യാവശ്യം നല്ല രീതിക്ക് പോയിക്കൊണ്ടിരുന്നതാണ്. അതായത് സ്കൂളൊക്കെ അടിപൊളിയായിരുന്നു. ഹെൽത്തൊന്നും എനിക്കൊരു പ്രതീക്ഷയില്ല. കാരണം വൻ ശോകമായിരുന്നു. പക്ഷേ സ്കൂളും അതുപോലെ കെ.എസ്.ആർ.ടി.സി ട്രാൻസ്പോർട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. അത് ഇവരെ ഭരണകാലത്തും അത് പ്രതീക്ഷിക്കുന്നു. ആ ഒരു നിലവാരം പ്രതീക്ഷിക്കുന്നു. ഇനി അതൊക്കെ വീണ്ടും തകർന്നു പോകുമെന്ന് അറിയത്തില്ല. പണ്ടൊക്കെ ഈ യു.ഡി.എഫ് സർക്കാർ ഭരിച്ചിരുന്ന കാലം, അതായത് ഇവർ വരുന്നതിന് മുമ്പൊക്കെ പുസ്തകം പോലും കിട്ടാത്ത കാലം ഉണ്ടായിരുന്നെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. ഇനി അതുപോലെ എന്തെങ്കിലുമൊക്കെ വരുമോയെന്ന് അറിയത്തില്ല. അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ. ഇവർ നല്ലോണം ഭരിക്കട്ടെ. കേരളം വളരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ നിർത്തുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ.